Hey guys, welcome back. പൊന്ന എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ് ലുലു മാളിൽ പോണത്. അവിടെ പല സാധനം കണ്ടെന്ന് വരും. അത് വേണം ഇത് വേണമെന്ന് പറയരുത്, പ്രത്യേകം ഞാൻ പറയുകയാണ്. നമ്മൾ എന്തിനു വന്ന ചെരുപ്പ് വാങ്ങിക്കും? ഒരെണ്ണം വെച്ചോ. അപ്പൊ ഇതും ക്യാൻസലേ. ഈ തള്ള എന്തിനാ ഇങ്ങനെ ക്യൂട്ട്നെസ് എറിയുന്നത്? ഈ തള്ള എന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം? ക്യൂട്ട്നെസ് ആണ് ഉദ്ദേശിച്ചതെങ്കിൽ ഓട്ടിസം ബാധിച്ച പോലെ ഇത് കുറെ സ്ഥലത്തുണ്ട്. യെസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് പൂക്കികളെയാണ്. പൂക്കികൾ ഒരുപാട് റീൽസിൽ ഇങ്ങനെ ഫീഡിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട്. ഇവരെന്തിനാണ് ഇങ്ങനെ ക്യൂട്ട്നെസ് എറിയുന്നത് എന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് വാ. എങ്ങനെ തിരിച്ചു അങ്ങോട്ട് ഹെൽമെറ്റ് വെച്ചാൽ ആരും കണ്ടില്ല. ഇത് എന്തെങ്കിലും അസുഖമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ബിക്കോസ് ഒരു റീച്ചിന് വേണ്ടി ചെയ്യാണ്. ഇപ്പം എങ്ങനെയാക്കിയിട്ടും റീച്ച് അങ്ങോട്ട് കിട്ടണില്ലായിരിക്കും. പണ്ടൊക്കെ, അതായത് കുറച്ച് കാലം മുമ്പേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ കപ്പിൾസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര റീച്ച് ആയിരുന്നു. അത് കണ്ട് കല്യാണം കഴിക്കുന്ന അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കപ്പിൾസ് ആണെങ്കിലും ഏത് കിപ്പിൾസ് ആണെങ്കിലും റീച്ചൊക്കെ ഏകദേശം സെയിം ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണം. ഇവിടെ കേരളത്തിൽ ഓടാത്തൊരു സാധനമാണ് ഈ ക്യൂട്ട്നെസ്. അങ്ങനെ അങ്ങോട്ട് ഓടിയിട്ടില്ല. അപ്പം കുറച്ച് മുമ്പേ, അതായത് ഒരു 2-3 ആഴ്ച ആയിട്ടേ ഉള്ളൂ, ക്യൂട്ട്നെസ് എറിയുന്ന പൂക്കിമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇൻസ്റ്റഗ്രാമിൽ. നോക്കുമ്പോൾ അവർക്ക് മില്യൺ കണക്കിന് വ്യൂ ആണ്. എന്തായാലും നമുക്ക് അടുത്ത ആളെ നോക്കാം. എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ, ഇഷ്ടപ്പെട്ട? ഞാൻ എന്റെ ലൈഫില് ഇങ്ങനെ ഒരു സ്ഥലം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും ദൂരം പോലും വന്നിട്ടില്ല. മോള് പാമ്പേഴ്സ് വെച്ചോ അല്ലേ ടൂർ? പാവം റീച്ച് കിട്ടാൻ വേണ്ടി മന്ദബുദ്ധിയായിട്ട് വരെ അഭിനയിക്കേണ്ട അവസ്ഥ. കറക്റ്റ്. നമ്മള് എങ്ങനെയാണോ ആദ്യം ജനങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവുന്നത് അതുപോലെ ഇരിക്കും. പിന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടാലും അതുപോലെ ഇരിക്കും. പിന്നെ ഇവൻ അങ്ങനെ വന്നതല്ലേ, ഇവൻ ഇങ്ങനെ അങ്ങനത്തെ വീഡിയോ ചെയ്ത് വന്നതല്ലേ, ആ ഒരു ലെവലിലേക്ക് ഇരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോ എന്താ ബ്ലാക്ക് സ്പൈഡി 2025 ഒരു ഓട്ടോ വിളിച്ചെങ്കിൽ പാടേ. ബ്ലാക്ക് സ്പ്ലൈഡി എന്ന് പറഞ്ഞ ഈ സാധനമൊക്കെ കുറച്ച് ഇപ്പൊ ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ടുണ്ട്. എന്തൊക്കെയാ റീലില് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 2-3 ആഴ്ച മുമ്പേ ഒക്കെ ഈ സംഭവം ഭയങ്കരമായിട്ട് റീൽസിന്റെ ഫീഡ് മുഴുവൻ ഈ സാധനം. ഇത് കണ്ടിട്ട് പല ആളുകളും ചെയ്യുന്നത് റീച്ച് കാണുകയാണ്. ഇത്രയും റീച്ച് കാണുമ്പോൾ ആളുകൾ ഇത് കണ്ടിട്ട് ചെയ്യുക. ഇത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയ നല്ലതാണ്. ഇത് ഈ ഫീഡ് നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കുറെ എണ്ണം ക്യൂട്ട്നെസ് ഇടുന്ന്, കുറെ എണ്ണം രേണു സുധിന്റെ ബേക്കിൽ, കുറെ എണ്ണം അലൻ ജോസ് പെരേരന്റെ ബേക്കിൽ. ഇത് തുറന്ന ഇങ്ങനത്തെ കുറച്ച് ആളുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ കുറച്ച് കണ്ടന്റ് ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര ക്രിയേറ്റിവിറ്റി. ഞാൻ ചില സമയത്തൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പം വളരെ കുറവാണ്. എന്തോ എൻ്റെ അടുത്തേക്ക് എത്തായിട്ടായിരിക്കും. എത്തുന്ന ആളുകളൊക്കെ കുറച്ച് ആളുകളൊക്കെ എനിക്ക് അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോ നോക്കാം, നമുക്ക് ചെയ്യാം. അത് ഭയങ്കര ഒരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട സംഭവം. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത്. ഇത് ഒരുമാതിരി ഒരു ഫോൺ ഇക്കോ എനിക്ക് ഡയറി മിൽക്ക് വേണം ഇക്കോ, ഓഫ് തൊലി ഉരിയാന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? ഓഹ്, എനിക്ക് ആ പാറയില് പോണം. ആ പാറയില്ല, അത് ഭയങ്കര ദൂരമാണ്. എനിക്ക് അവിടെ പോകണം. അതിനൊരു വഴി കാണും, കണ്ടുപിടിച്ച് കൊണ്ടുപോകും. ഇവൾ മറ്റേ ക്യൂട്ട്നെസ് സൂര്യറിയുന്ന ആരെങ്കിലും ആണോ? കണ്ടോ? ഇങ്ങനെയാണ് പിന്നെ ആളുകള് ഐഡന്റിഫൈ ചെയ്യുക. എനിക്ക് ആടുകൾ ഭയങ്കര ഇഷ്ടമാണ്. കൊറേ നാളുകൊണ്ടേ കാണുന്നില്ല, ഇഷ്ടംപോലെ ആടുകളുണ്ട്.
ആടിഞ്ഞത് ഇടി കൊള്ളേ ഉള്ളു, മര്യാദക്കില്ല വാ. അത് പുല്ല് കഴിക്കട്ടെ, അതിന്റെ ഇടയിൽ കയറുന്നത്. ഒഴിവ് കിട്ടുമ്പോ ചുമരിൽ നിന്റെ വലുപ്പം ഒന്ന് അളന്നു നോക്ക്. ബട്ട് ഇവര് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നെന്ന് പറയുന്നു. വാട്ട് എ വെയിറ്റ്, നമുക്കറിയില്ല. ചിലപ്പോ എങ്ങനെയായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പം റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. എന്തോ നെക്സ്റ്റ് എന്തിനാണ്? പൂ പറിക്കണം. എന്തിന്? കുരങ്ങിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. ആദ്യമായി നമ്മുടെ ഇന്റർവ്യൂയിലൂടെ ബ്ലാക്ക് സ്പൈഡിയുടെ ഐഡിയ നമ്മൾ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ ഇക്ക. അതും കൂടെ ഉള്ളുവായിരുന്നു ഇന്റർവ്യൂ ചെയ്യാൻ. ഇനിയിപ്പോ ബിഗ് ബോസിൽ കുറച്ചെണ്ണം അതിന്റെ ഉള്ളിലുണ്ട്. ഇനി ഓരും കൂടി വന്ന ഓരുടെയും കൂടി ഇന്റർവ്യൂ ചെയ്താൽ ഇവിടെ കേരളം കംപ്ലീറ്റ് ആയി. ഈ മറ്റേ വ്യത്യസ്ത മീഡിയകളും പിന്നെ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. ഇതാരെങ്കിലും ഒരാളുടെ ഒരു റീല് 1 മില്യൺ അടിച്ചോ അപ്പം മൈക്കും ക്യാമറയും തൂക്കി പോകും ഇന്റർവ്യൂ. ഇവരാണെങ്കിൽ അങ്ങ് ഇരുന്നും കൊടുക്കും. പിങ്കി, എന്താ ഇക്ക? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു ബ്രേക്കപ്പ് ആക്കാൻ എനിക്ക് പറ്റൂല. ഒരു മിനിറ്റ്. ഇക്കാക്ക് സ്നേഹത്തോട് കുറച്ച് വെള്ളം ചേർത്തിട്ടാ. വേണ്ട ഇന്ന കുടി വേണ്ട കുടി. വേണ്ട പിങ്കി, നേരത്തെ ഇതൊക്കെ പറഞ്ഞില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. ബ്രേക്കപ്പ് എന്നൊക്കെ ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ല. 19 വയസ്സിലാണ് നിങ്ങൾ പ്രണയിച്ച് തുടങ്ങുന്നത് അല്ലേ? 19 വയസ്സിലെ പ്രണയം ഈ ചേച്ചി അടുത്തൊക്കെ എയർലൈൻണ്ടായിരുന്നു മറ്റേ മമ്മൂനെ ഇന്റർവ്യൂ ചെയ്തിട്ട്. ഇങ്ങനെയുള്ള മിക്ക കേസുകളിലും ഇയാളെ കാണാറുണ്ട്. ഇയാളാണ് ഇന്റർവ്യൂ ചെയ്യുക. വെറൈറ്റി മീഡിയ കുറെ എന്റെ വേക്കിലാണ്. എന്തിനാ വെറുതെ പോയി തല വെച്ച് കൊടുത്തിട്ട് നമ്മള് 2 വർഷം പ്രണയിച്ചു. ഇങ്ങനെ റീൽ കാണുന്ന സമയത്ത് ഇങ്ങനെ ഡ്യൂക്ക് ഇക്കാര ആ ഡ്യൂക്കിന്റെ അത് കണ്ടു. അങ്ങനെ ഞാൻ അതിനടുത്ത് സ്റ്റോറി ഇട്ടപ്പോ ഇക്കായ മെൻഷൻ ചെയ്ത്. അപ്പൊ ഇക്ക എന്റെ അക്കൗണ്ട് കയറി നോക്കി. അപ്പൊ തന്നെ ഇക്കാക്ക് ക്രഷ് അടിച്ച് അടിച്ച്. ഡൂക്കോ ഇതൊക്കെ ഇപ്പോഴുണ്ടോ, അല്ലെങ്കിൽ ഇത് കുറെ മുമ്പേ നടന്ന സംഭവമാണോ? ഈ ഡൂക്ക് കണ്ടിട്ടൊക്കെ ഇത് ഏത് യൂണിവേഴ്സളേ? ഈ ടൈം കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് ഇതൊക്കെ മറ്റേ പണ്ട് ഡൂക്ക് കണ്ടിട്ടും ഐഫോൺ കണ്ടിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ കേൾക്കായിരുന്നു ഒരു 5-8 വർഷം മുമ്പേ. അതിന്റെ ഇടക്ക് കൊണ്ടുപോയി ഇന്റർവ്യൂ ഉണ്ടാക്കി വെച്ചിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഇത് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂട്ട്നെസ് ഇടുന്നു, എന്നിട്ട് അത് കണ്ടിട്ട് ഒരു മൈക്കും ക്യാമറയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നു. ഇവിടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളുകൾ അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും കാണാറില്ല ഒന്നും. പക്ഷെ അങ്ങനത്തെ ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. ഇതെന്താന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഈ പൂക്കികളെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം പിന്നെ ഒരു ഇന്റർവ്യൂ കാണുമ്പോ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ കാണും ചെയ്യും. അപ്പൊ അതിനെ റീച്ച് കിട്ടുള്ളൂ. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളെയും പറഞ്ഞിട്ട് കാര്യം, എല്ലാവർക്കും റീച്ച് മതി, എല്ലാവർക്കും റീച്ച് മതി. ഇവൻ ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോ തന്നെ ഇത് കണ്ട ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും റീച്ച് മതി. പക്ഷെ നമ്മൾ വീഡിയോസ് ചെയ്യും, നമ്മള് അഗ്ര ആടല്ലോ, വർഷങ്ങളായിട്ട് അഗ്ര തന്നെ ആടല്ലോ. നെക്സ്റ്റ് അപ്പൊ ഈ സ്ഥലം കാണാൻ അടിപൊളിയായിട്ടില്ലേ? എനിക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തു തരുമോ? ഞാൻ ഇവിടെ നിക്കാ, ഞാൻ എടുത്തു തരണേ. ഇവിടെ എടുത്തു തരുമോ? എങ്ങനെ എടുത്തു തരുമോ? ഇപ്പൊ ഇൻസ്റ്റ തുറന്ന ഇതുപോലെ കിളി പോയ ആളുകൾ മാത്രം കറക്റ്റ് എക്സാക്ട്ലി ഐ തിങ്ക് ഇപ്പൊ കണ്ട വീഡിയോയിലുള്ള ആളുടെ ഇത് മാത്രമേ ഉള്ളൂ. അത് ആ ടൈമില് ഈ സംഭവം ഇങ്ങനെ ട്രെൻഡിങ് ആയത്, ഈ ക്യൂട്ട്നെസ് ട്രെൻഡിങ് ആയപ്പം അവര് ചെയ്തെന്ന് തോന്നുന്നു. അവരങ്ങനെ ചെയ്യുന്നതെല്ലാം തോന്നുന്നു കണ്ടിട്ട്. നെക്സ്റ്റ് നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? പോവാം. JCB അതവിടെ കിടക്കട്ടെ. ഇത്ര നേരം അവിടെ ആയിരുന്നു. എന്നോട് കൊണ്ടുപോവോ? കൊണ്ടുപോകും. ഇത്ര നേരം ഞാൻ അവിടെ ഇരുന്ന് ഡോറാ ബുജി കണ്ടോണ്ടിരുന്നേ. ഹെൽമെറ്റ് എവിടെ നിന്ന് കിട്ടി? ഹെൽമെറ്റ് എന്റെ ഹെൽമെറ്റ് കൊള്ളാലോ. എനിക്ക് JCB കാണിച്ചല്ലോ. കാണിച്ചു.
അയ്യോ ഒന്നും കേറി ഇരിക്കില്ലേ, ഇരിക്കാൻ പാടില്ല. വഴക്ക് പറയൂ. അതെ നമ്മുടെ ഫോളോവേഴ്സിന് ഈ ബാഗ് കൊടുത്താലോ? കൊടുക്കാം. ഈ ബാഗ് മതിയോ? അത് മതി. ഈ ബാഗ് കൊടുത്താൽ മതിയോ? കൊടുക്കാം. ഈ ബാഗ് നല്ല ബാഗാണോ? നല്ല ബാഗ്. ഈ ബാഗ് കൊടുത്താലോ? നിങ്ങള് എന്റെ അക്കൗണ്ടും ഇക്കാടെ അക്കൗണ്ടും ഫോളോ ചെയ്യാമെങ്കിൽ ഈ ബാഗ് തരാം കേട്ടോ. നമുക്ക് പോയാലോ, ചായ കുടിക്കാൻ പോയാലോ? ചായ കുടിക്കാൻ പോവാ. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാം. ഇത് ഒറ്റ ടൈക്കില് സാധനം മുഴുവൻ കവർ ചെയ്തു. ഒരു രക്ഷയില്ല. ഇതിങ്ങനെ ഈ എന്താ പറയാ, ക്യൂട്ട്നെസ് അറിയുന്ന ആളുകളെയും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇങ്ങനെ കുറച്ച് ആളുകൾ ഊക്കി വിടുന്നത് കാണാറുണ്ട്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത സാധനം. എന്താ നിനക്കൂടി വാടി തരാന്? ഇതാര് ഇവരുടെ വീഡിയോ ഫുള്ള് തന്നെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്കിതൊക്കെ സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോ മറ്റേ ടീമില്ല എന്തായിരുന്നു ഇപ്പൊ എന്താ വിളിച്ച പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ വിളിക്കില്ലെന്ന്. എനിക്ക് ഇതിന്റെ ഒരു ലോഡ് ഉണ്ടായിരുന്നു മറ്റേ ടിക്ടോക്കിന്റെ സമയത്ത്. ടിക്ടോക്ക് തിരിച്ചു വരുന്നു എന്നൊരു ഭാഗത്ത് പറയുന്നു, തിരിച്ചു വരുന്ന വാർത്ത അത് വ്യാജമാണെന്ന് മറ്റൊരു ടീം പറയുന്നു. എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട്. ടിക്ടോക്ക് നന്നായി ഇനിയിപ്പോ എന്തൊക്കെ കാണേണ്ടി വരും. ഇൻസ്റ്റഗ്രാം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് കളഞ്ഞിരുന്നെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. എന്തായാലും നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ഇൻസ്റ്റ ഫീഡ് റിയാക്ഷൻ എന്നൊരു സംഭവം കൊണ്ടുവരികയാണ്. ഇൻസ്റ്റഗ്രാമിന്റെ ഫീഡിൽ വരുന്ന അതായത് 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മൾ കാണുമല്ലോ ചില സാധനങ്ങൾ. ആ ടൈപ്പ് സാധനങ്ങൾ തന്നെ പിന്നെയും കടന്നു വരും. ആഴ്ചയിൽ 2-3 ട്രെൻഡൊക്കെ വന്ന് പോകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം പിന്നെ ഏതെങ്കിലും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അയച്ചിരിക. നമ്മൾ 2025 കണ്ടന്റ് കിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ഇരിക്കണം. ബൈ.